الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇത് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മക്കയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം മനസ്സിലാക്കിയത്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ തന്നെ മക്കയുടെ ചരിത്രം ആരംഭിക്കുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ ഇറങ്ങി താമസിച്ച സ്ഥലം അത് മക്കയാണ് എന്ന് ചില ചരിത്ര രേഖകളിൽ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ സൂചിപ്പിച്ചതായിക്കൊണ്ട് കാണാൻ കഴിയും. ഭൂമിയിൽ ആദ്യമായിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനം അത് കഅബയാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ. ആ കഅബക്ക് ആദ്യമായിക്കൊണ്ട് അസ്ഥിവാരമിട്ടത് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ സന്തതികളുമാണ് എന്നതിലേക്ക് ചില സൂചനകൾ നൽകുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അബൂദർ ഗഫാരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അയ്യു മസ്ജിദിൻ വുദിഅ ഫിൽ അർദി അവ്വല. പ്രവാചകരെ, ഭൂമിയിൽ ആദ്യമായിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഭവനം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ ഹറാം, അഥവാ കഅബയാണ്, മസ്ജിദുൽ ഹറാമാണ്. അബൂദർ ഗഫാർ റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, സുമ്മ അയ്യുൻ, രണ്ടാമതായി ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ്.
വീണ്ടും അദ്ദേഹത്തിന്റെ ചോദ്യം കം ബൈനഹുമ, മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും നിർമ്മാണത്തിനിടയിലുള്ള കാല വ്യത്യാസം എത്രയാണ്? അഥവാ മസ്ജിദുൽ ഹറാം നിർമ്മിച്ച് എത്ര കാലം കഴിഞ്ഞിട്ടാണ് മസ്ജിദുൽ അഖ്സ നിർമ്മിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 40 സന, 40 വർഷം. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ, ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലെ പണ്ഡിതന്മാർ സൂചിപ്പിച്ചൊരു കാര്യം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അദ്ദേഹത്തിന്റെ മക്കളുമാണ് കഅബാലയത്തിന്റെയും അതുപോലെ തന്നെ മസ്ജിദുൽ അഖ്സയുടെയും തുടക്കം നിർണയിക്കുകയും അത് നിർമ്മാണം അതിന്റെ ആദ്യ കാലഘട്ടത്തിൽ നിർവഹിക്കുകയും ചെയ്തത് എന്നതാണ്. ഇതിന്റെ ഒരു മറുവശം അല്ലെങ്കിൽ മറ്റൊരു സൂചന എന്താണ്? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മക്കളുമൊക്കെ ജീവിച്ചിരുന്നൊരു നാടുകൂടിയാണ്, മണ്ണുകൂടിയാണ് മക്ക രാജ്യം എന്നുള്ളതിലേക്ക് ഈ ഹദീസിന്റെ ഒരു സൂചന കൂടി നമുക്ക് കാണാൻ സാധിക്കും. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ കാലഘട്ടത്തിന് ശേഷം വീണ്ടും ചരിത്രത്തിലേക്ക് മക്ക കടന്നു വരുന്ന മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെയാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് പ്രയാസങ്ങളും, അദ്ദേഹം ഇറാഖിലാണ് ജനിച്ചു വളർന്നത്. അവസാനം അദ്ദേഹത്തിന് സന്താനങ്ങളില്ല. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു. അല്ലാഹു സ്വാലിഹായ ഒരു സന്താനത്തിന് നൽകണം എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ അയച്ച് സന്തോഷവാർത്ത നൽകി. അദ്ദേഹത്തിന് ഇസ്മായിലും അതുപോലെ തന്നെ ഇസ്ഹാഖ് നബിയും എന്ന 2 സന്താനങ്ങളെ നൽകി. സാറയും അതുപോലെ തന്നെ പിന്നീട് ഹാജർ എന്ന അടിമ സ്ത്രീയും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ഉണ്ടായിരുന്നു. അതിലാദ്യമായി ഹാജറിലൂടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുഞ്ഞാണ് ആദ്യമായി കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ ലഭിക്കുന്നതും ആ കുഞ്ഞിനെയാണ് അറുക്കുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു കൽപ്പിക്കുന്നു. പിന്നീട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, ആ കുഞ്ഞിനെയും അവരുടെ മാതാവിനെയും മക്ക രാജ്യത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കണം, അല്ലെങ്കിൽ അവിടെ വിട്ടേച്ച് പോരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് സന്താനം ഉണ്ടാകുന്നത്. ആ സന്താനത്തെ കൊതി തീരുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നു. ആ കുഞ്ഞിനെ എവിടെ ഉപേക്ഷിക്കണം? ആരാരുമില്ലാത്തൊരു മണലാരണ്യത്തിൽ, ഒരു വീടില്ല, അതുപോലെ തന്നെ താമസിക്കാൻ സൗകര്യങ്ങളില്ല, ആൾവാസമില്ല, ജനവാസമില്ലാത്തൊരു വിജനമായ പ്രദേശത്ത് ആ പിഞ്ചു പൈതലിനെയും അവിടെ മാതാവിനെയും വിട്ടേച്ചു പോരണമെന്നാണ് അള്ളാഹുവിന്റെ തീരുമാനം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മറുത്തൊന്നും ചിന്തിച്ചില്ല. അദ്ദേഹം ആ മാതാവിനെയും ഹാജറിനെയും അതുപോലെ തന്നെ ഇസ്മായിലിനെയും കൊണ്ട് അവിടേക്ക് എത്തുന്നു. അവിടെ കഅബാലയത്തിന്റെ അസ്ഥിവാരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടുത്ത സമീപത്ത് ആ ഉമ്മയെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ഒന്നും മിണ്ടാതെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു പോരുകയാണ്. ഇത് കണ്ട് ഹാജർ അത്ഭുതപ്പെടുന്നു. ചരിത്രത്തിൽ ഹദീസിലൊക്കെ വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ട കാര്യമാണ്. ഹാജർ അത്ഭുതപ്പെടുന്നു, വിളിക്കുന്നു, തിരിഞ്ഞു നോക്കുന്നില്ല. കുറച്ചു കഴിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം വിളിച്ചതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹാജർ ഒരു ചോദ്യം ചോദിക്കുന്നു, ഇലാമയ്യക്കിലിന, എന്നെയും ഈ പിഞ്ചു പൈതലിനെയും ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് ആരെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ കടന്നു പോകുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇലല്ലാഹ്, ഞാൻ പടച്ച റബ്ബിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ആ സന്ദർഭത്തിൽ മഹദിയായ ഹാജർ പറയുന്ന ഒരു വാചകമുണ്ട്, ഇദൻ ലാ യുളയ്യിഉന, പടച്ച റബ്ബിനെയാണ് ഞങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നതെങ്കിൽ ആ അള്ളാഹു ഒരിക്കലും ഞങ്ങളെ കൈവടിയുകയില്ല, നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ഹാജർ റളിയല്ലാഹു അൻഹ പ്രതിഫലിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നാളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ വട്ടപൂജ്യമാണ്. കിടന്നുറങ്ങാൻ ഒരു വീടില്ല, ഭവനമില്ല, എന്തിനധികം ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു മൊട്ടയായ മരുഭൂമിയിൽ. മക്ക രാജ്യം ഇന്ന് തന്നെ കുന്നുകളാൽ ചുറ്റപ്പെട്ടതാണ്. അന്ന് 4 ഭാഗവും കുന്നുകളെ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു താഴ്ന്ന പ്രദേശമാണ് മക്ക എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ഇരുട്ടിയാൽ എന്താവും സംഭവിക്കുക, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഭക്ഷണം എന്താണ്, ഇതൊന്നും ചിന്തിക്കാതെ പടച്ചോനെ ഏൽപ്പിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഏൽപ്പിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നടക്കുകയാണ്. അങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോ അവരെ കാണുന്ന അവസാനമായി കൊണ്ട് കാണാൻ പറ്റുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട്
ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. അല്ലാഹു, നിന്റെ കഅബാലയത്തിന്റെ അടുക്കൽ എന്റെ മക്കളെ ഞാൻ വിട്ടേച്ചു കൊണ്ടുപോവുകയാണ്. ബിവാദിൻ ഗൈരി ദി സർഇൻ, ഒരു കൃഷിയോ അതല്ലെങ്കിൽ മറ്റു വിളവെടുപ്പുകളോ ഒരു ഭക്ഷണ പദാർത്ഥം പോലും ഇല്ലാത്ത ഒരു നാട്ടിൽ ഒരു താഴ്വരയിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. റബ്ബന ലിയുഖീമുസ്സല, എന്തിനാണ് ഞാൻ അവിടെ പള്ളിയുടെ അടുത്ത് തന്നെ വിട്ടേച്ചത്? അവർ നമസ്കരിക്കുന്നവരാകണം. അതുകൊണ്ട് ഫജ്അൽ അഫ്ഇദതൻ മിനന്നാസ്, ജനങ്ങളെ ഹൃദയത്തെ നീ തഹ്വി ഇലൈഹിം, അവരിലേക്ക് തിരിക്കണം. വർസുഖ്ഹും മിനസ് സമറാത്ത്, അല്ലാഹു ഇനി അവർക്ക് ഒരുപാട് ഫലവർഗ്ഗങ്ങൾ റിസ്ക്കായിക്കൊണ്ട് നൽകണം. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദി കാണിക്കുന്നവരായേക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുന്ന സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈമാനിന്റെ കടുകട്ടി എത്രയാണ്! അഥവാ സ്വന്തം മകനോടും സ്വന്തം ഭാര്യയോടും സ്നേഹമില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ തർക്കങ്ങൾ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലല്ലോ അവിടെ വിട്ടേച്ചു പോരുന്നത്. അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ട് എന്ന ഒരൊറ്റ കാരണം മാത്രം, പടച്ച റബ്ബിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല. അള്ളാഹുവിനൊരു മനുഷ്യൻ തവക്കുൽ ചെയ്താൽ ആ പടച്ച റബ്ബ് അവന് രക്ഷക്കെത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഹാജർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു, അങ്ങനെ സംസം ഉണ്ടാകുന്നു, ജീവിൽ പ്രത്യക്ഷപ്പെടുന്നു. ചരിത്രം നമുക്കറിയാം. ജിബിരിൽ അദ്ദേഹത്തിന്റെ കാലുകൊണ്ട് ആ ഭൂമിയിൽ അമർത്തുന്നു. അവിടുന്ന് സംസം ഉറവ, ലോകത്തിന്റെ അവസാനം വരേക്കുമുള്ള ഒരു സംസം അള്ളാഹു സുബ്ഹാനഹു വതആല അവിടേക്ക് ലോകത്തിന്റെ മാതൃകയായിക്കൊണ്ട്, ലോകത്തിന് ദൃഷ്ടാന്തമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ ഉത്ഭവിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചോക്കണം, ഒരു ജനവാസമില്ലാത്ത ഒരു മനുഷ്യൻ പോലും താമസമാക്കാത്ത നാട് ഒരു വലിയ നഗരമായി തീരുവാനുള്ള ഒന്നാമത്തെ തുടക്കം ഒരു വെള്ളമാണ്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. ഒരു വെള്ളം ഉണ്ടെങ്കിൽ അവിടെ വീടുണ്ടാകുള്ളൂ, അവിടെ ആളുകൾ ഉണ്ടാകുള്ളൂ. വെള്ളമില്ലാത്തവർക്കാരും വീടെടുക്കാറില്ല. അല്ലെങ്കിൽ ഒരു നഗരവും ഒരു നാഗരികതയും അതിന്റെ തുടക്കമൊക്കെ വെള്ളത്തിന്റെ അടുത്ത് വെച്ചായിരിക്കും. അതുകൊണ്ട് നമ്മൾ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പുരാതന നാഗരികതകളൊക്കെ ഒന്നുകിൽ നദീതടത്തിലോ അതിൽ വെള്ളമുള്ള സ്ഥലത്തോ ആയിരിക്കും. കാരണം മനുഷ്യനെ സംബന്ധിച്ചും ജീവിക്കാൻ വെള്ളം ആവശ്യമാണ്. ആ വെള്ളത്തിൽ സംസം എന്ന് പറയുന്ന ആ ഒരു വെള്ളത്തിൽ നിന്നാണ് പിന്നീട് മക്കാ രാജ്യം വളർന്ന് വികസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മാഉൻ മുബാറക്കാണ്, പരിശുദ്ധമായ ബറക്കത്തുള്ള വെള്ളമാണ് സംസം. അതിന്റെ ബറക്കത്ത് കൊണ്ട് അവിടെ ആളുകൾ വന്നു കുമിഞ്ഞുകൂടി. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ മാത്രമല്ല, മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഇങ്ങനെ വെള്ളത്തിന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമുക്ക് ശാരീരികമായി വലിയ രോഗമുണ്ട്, നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ഭാര്യയല്ലാത്ത മുഴുവൻ ആളുകളും അദ്ദേഹത്തെ വിട്ട് ഉപേക്ഷിച്ച് കടന്നുപോയി. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, പടച്ചോനെ, എനിക്ക് രോഗമുണ്ടായി, അതുകൊണ്ട് നീ എനിക്കൊരു ശമനം നൽകണം. കാരണം അദ്ദേഹം ആദ്യമൊന്നും രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം അദ്ദേഹം ക്ഷമിച്ചു. അവസാനം ആളുകൾ പറയാൻ തുടങ്ങി, പിന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്തോ മാരകമായ ഒരു തിന്മ ചെയ്തതിന്റെ ഫലമായിക്കൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു പരീക്ഷണം, ആർക്കും കിട്ടാത്തൊരു പരീക്ഷണം അദ്ദേഹത്തിന് കിട്ടിയത് എന്ന് ആളുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞപ്പോൾ ആ ആരോപണം സഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോഴാണ് അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം കുളിമുറിയിലേക്ക് കയറിയ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ വഹയിൽ നൂർക്കുന്നു, ബലിജിരിക്കാം, ഹാദാ മുഖ്തസലും ബാരിദും വശറാബ്, നിന്റെ കാലുകൊണ്ട് നീ ഭൂമിയിൽ നിന്ന് അമർത്തണം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അയ്യൂബ് കുളിപ്പിക്കാൻ വേണ്ടി ഭാര്യ പുറത്തു നിൽക്കുകയാണ്. അയ്യൂബിനെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് കയറിയിരിക്കുന്നു. അപ്പോഴാണ് അള്ളാഹുവിന്റെ വഹി വരുന്നത്, നിന്റെ കാലുകൊണ്ട് ഭൂമിയിൽ നിന്ന് അമർത്തണം. അമർത്തിക്കഴിഞ്ഞാൽ ഹാദാ മുഖ്തസലും ബാരിദും വശറാബ്, നല്ല തണുത്ത ശുദ്ധമായ നിങ്ങൾക്ക് കുളിക്കാനും കുടിക്കാനും പറ്റിയ വെള്ളം ആ ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉറവയായിക്കൊണ്ട് ഉറപ്പൊടിവിക്കും. യാക്കൂബ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലുകൊണ്ട് അമർത്തിയിട്ടില്ലെങ്കിലും അള്ളാഹുവിന് ഉറവ് പൊട്ടിക്കാൻ കഴിവുള്ളവനാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തവക്കുൽ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ ചെയ്യണം. നമ്മൾ കാലുകൊണ്ട് അമർത്താൻ പറഞ്ഞ് അമർത്തി, അവിടുന്ന് ഭൂമിയിൽ നിന്ന് വെള്ളം വന്നു. ആ വെള്ളം കൊണ്ട് കുളിച്ചു അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ അസുഖങ്ങളൊക്കെ മാറി. ഉള്ളിലേക്ക് പോയ ബാത്റൂമിലേക്ക് പോയ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ല,
പുറത്തേക്ക് വരുന്നത്. പുറത്തു നിൽക്കുന്ന ഭാര്യ തീർത്തും അപരിചിതമായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ പോയ ഭർത്താവിനെയല്ല തിരിച്ചു വരുന്നത് കാണുന്നത്. ഭാര്യ ചോദിച്ചു, ബാറക്കല്ലാഹു ഫീക്കും, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അദ്ദേഹം പറഞ്ഞു, ഇത് ഞാൻ തന്നെയാണ്. എന്നിട്ട് ആ ചരിത്രം ഹദീസുകൾക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹുൽ തവക്കുലാക്കുന്ന മനുഷ്യന്മാരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും കൈവെടിയുകയില്ല എന്നുള്ളതിന്റെ ചരിത്രമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും അമ്പിയാക്കന്മാരുടെയൊക്കെ ചരിത്രത്തിലുള്ളത്. ഇന്നത്തെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം എന്താ? അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ വർത്തമാനം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാ പടപ്പുകളിലേക്കും എല്ലാ സൃഷ്ടികളിലേക്കും ആളുകൾ തിരിയും. ഒരു പ്രയാസം വന്നാൽ ജാരങ്ങളിലേക്ക് ഓടുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മടവൂരിലേക്ക് മറ്റേക്ക് ഓടുന്നു. പടച്ചോന് ഓർമ്മല്ല. നിങ്ങൾ ആലോചിക്കണം, മഹദിയായ ഹാജറും അവിടുത്തെ ഇസ്മായിലും അള്ളാഹുവിന്റെ തവക്കുൽ ചെയ്ത് അവിടത്ത് ഫഹുവ ഹസ്ബുഹു, അവൻ അള്ളാഹുവിന് മതിയായവനാണ്. അങ്ങനെ പടച്ചറബ് അവിടെ ഒരു വെള്ളം കൊടുത്തു. ആ വെള്ളത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം വളർന്നു. ജുർഹം ഗോത്രക്കാർ അവിടെ വന്നു. ആ ജുർഹം ഗോത്രത്തിൽ നിന്ന് പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചു. ഹാജർ മരണപ്പെട്ടു. അങ്ങനെ അവിടെ ഒരു വലിയ ജനസഞ്ചയം തന്നെ മക്ക രാജ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായി. അങ്ങനെ ജുർഹം ഗോത്രക്കാർക്കായി അവസാനം, കാരണം ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ കുടുംബമാണ് ജുർഹം ഗോത്രത്തിൽപ്പെട്ട ആളുകൾ. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മാതാവ് അഥവാ ഹാജർ മരണപ്പെട്ടു. അങ്ങനെ വലിയ ആളുകൾ കൂട്ടം അവിടെ ഉണ്ടായി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇടക്കിടക്ക് അവിടെ വന്ന് സന്ദർശിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നപ്പോൾ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസമിന്റെ അടുത്തിരുന്നുകൊണ്ട് തന്റെ അമ്പ് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് എത്തിയത്. ഇബ്രാഹിം നബി മകനെ കണ്ടു, പരസ്പരം കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു നിർദ്ദേശപ്രകാരമാണ്. എന്താ നിർദ്ദേശം? ഈ കഅബയുടെ അസ്ഥിവാരം ഇവിടെ ഉണ്ട്. ഈ അസ്ഥിവാരത്തിൽ നിന്ന് ആ കഅബ രണ്ടാമതായിക്കൊണ്ട് പുനർനിർമ്മിച്ച് ആളുകൾക്ക് വേണ്ടി ഒരു വീടുണ്ടാക്കുക, അള്ളാഹുവിന്റെ വീട്ടിൽ വീടുണ്ടാക്കാൻ വേണ്ടി അള്ളാഹ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. അത് നീ എന്നെ സഹായിക്കണം. അങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കൂടി കഅബ രണ്ടാമതും അതിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് പുനർനിർമ്മാണം നടത്തുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്ത്. ആ വീടിന്റെ അസ്ഥിവാരത്തിൽ നിന്ന് ഇബ്രാഹിം നബിയും അത് ഉയർത്തി, ഇസ്മായിൽ നബിയും കൂടി അത് ഉയർത്തി. രണ്ടുപേരുമാണ് ആ വീടുള്ള അതിന്റെ അടിത്തറ അവിടെ ഉണ്ട്. ആ തറയിൽ നിന്ന് രണ്ടുപേരും ആ വീടിനെ ഉയർത്തുകയും അതൊരു ആളുകൾക്ക് ആരാധനക്ക് യോഗ്യമായ ഒരു വീടാക്കി അതിനെ മാറ്റുകയും ചെയ്തു. എന്നിട്ട് അവർ പ്രാർത്ഥിച്ചു, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹു നീ സ്വീകരിക്കണം, നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു. ആ കഅബാലയം നിർമ്മിച്ചതിന് ശേഷം അതിന്റെ പ്രത്യേകത, ആദ്യമായിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഭവനം അത് രണ്ടാമത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മിച്ചു. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇനി നിങ്ങളുടെ കാലം മുതൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ആരാധന നടക്കേണ്ടതുണ്ട്. അതായത് എന്താണ്? ഹജ്ജ് കർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് താങ്കൾ ആ മലയുടെ മുകളിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി ആളുകളെ വിളിക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മാ ഇബ്നു ഖുസൂത്തി, പടച്ചോനെ ഞാൻ ആരെ വിളിക്കാനുമാണ്? ഇവിടെ ഒരു മനുഷ്യരും ഈ കാണുന്ന കുറച്ച് ആളുകളല്ലാതെ വേറെ ആരും എന്റെ ശബ്ദം കേൾക്കുകയില്ലോ. മാ ഇബ്നു ഖുസൂത്തി, എന്റെ ശബ്ദം ആരിലേക്ക് എത്താനാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലൈക്കൽ അദാൻ വ അലയ്യൽ ബലാഗ്. നിന്നോട് പറഞ്ഞത്, താങ്കളോട് ഞാൻ കൽപ്പിച്ചത് താങ്കൾ അള്ളാഹുവിന് വേണ്ടി ആളുകളെ ഹജ്ജിന് വേണ്ടി ക്ഷണിക്കാനാണ്. അത് ആളുകളിലേക്ക് എത്തിക്കുന്ന ബാധ്യത എന്റേതാണ്. അത് നിങ്ങൾ ആലോചിക്കേണ്ടത്. അലയ്യ അൽ ബലാഹു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ലോകത്താദ്യമായി കൊണ്ട് ഹജ്ജിന്റെ വിളിയാളം ആ കഅബയുടെ അടുത്ത് വലിയ മലയുടെ മുകളിൽ കയറി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറഞ്ഞു, അയ്യുഹന്നാസ് അല ഇന്ന റബ്ബക്കും ഖദ് ബനാ ബൈതൻ. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പ്രകാരം ഇവിടെ വീട്, അള്ളാഹുവിന്റെ ഭവനം ഇവിടെ നിർമ്മിതമായിരിക്കുന്നു. അതുകൊണ്ട് വകതബ അലൈക്കുമുൽ ഹജ്ജ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മനുഷ്യന്മാരെ ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഫഅജീബു റബ്ബക്കും, നിങ്ങൾ അള്ളാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകി ഈ കഅബാലയത്തിലേക്ക് ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ കഅബാലയത്തിലേക്ക് വരണം. ആ വിളിയാളത്തോടു കൂടിയാണ് പിന്നീട് കഅബാലയത്തിലേക്ക് ഹജ്ജുമായിക്കൊണ്ട് അല്ലെങ്കിൽ ആളുകൾ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വരുന്ന രംഗമുണ്ടായത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ കാണാം, ഫഅവ്വലു മൻ അജാബഹു അഹ്ലുൽ യമൻ. ആദ്യമായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിളി കേട്ടുകൊണ്ട് ഹജ്ജിനെത്തിയത് യമൻ നിവാസികളാണ്. യമനിൽ നിന്നാണ്
ആദ്യമായി കൊണ്ട് ഹജ്ജിലേക്ക് എത്തിയത് ഫഹും അക്സറുൻ നാസി ഹജ്ജൻ, ഏറ്റവും കൂടുതൽ ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുള്ളതും യമന്റെ ആളുകളാണ് എന്ന് അദ്ദേഹം പറഞ്ഞതായി കൊണ്ട് കാണാൻ കഴിയും. ഇതിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിൽ പറഞ്ഞു വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബി അല്ലാഹു കൽപ്പിച്ചു, താങ്കൾ ഹജ്ജിന് വേണ്ടി ആളുകൾക്ക് വിളംബരം നടത്തണം. യഅ്തൂക റിജാലൻ, അങ്ങനെ താങ്കൾ വിളി കേട്ടുകൊണ്ട് ആളുകൾ കാൽനടയായിക്കൊണ്ട് ഹജ്ജിന് വരും. വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, എല്ലാ ഊടുവഴിയിലൂടെയും ഒട്ടകപ്പുറത്തേറിയും അതുപോലെ തന്നെ നടന്നുകൊണ്ടുമൊക്കെ ആളുകൾ ഹജ്ജിന് വരുന്ന അവസരം. അതുകൊണ്ട് താങ്കൾ ഹജ്ജിന് വിളംബരം കൊടുക്കണം. ആ അള്ളാഹുവിന്റെ വിളിയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വിളിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോൾ അതിന് ഉത്തരം നൽകുന്ന വിളിയാണ് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. പടച്ചോനെ, നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിളിപ്പിച്ചിരിക്കുന്നു, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കഅബാലയത്തിലേക്ക് ഒരു മനുഷ്യൻ പോകേണ്ടത്. ലബ്ബൈക എന്ന് പറഞ്ഞാൽ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം കേട്ടിരിക്കുന്നു, ഉത്തരം ചെയ്തിരിക്കുന്നു എന്നാണ്. ലിയശ്ഹദു മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തിൻ, അറിയപ്പെട്ട ദിവസങ്ങളിൽ ആ കഅബാലയത്തിൽ വന്നുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളും ഹജ്ജ് കൊണ്ടുണ്ട്, ഭൗതികമായ നേട്ടങ്ങളുണ്ട്. കാരണം അന്ന് ഹജ്ജിന്റെ കാലഘട്ടത്തിൽ ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരും. ഇപ്പൊ മക്ക നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവിടെ കച്ചവടം നടക്കും, അവർക്ക് ഭൗതികമായി കൊണ്ട് ചില നേട്ടങ്ങളുണ്ട്. മാത്രമല്ല പിന്നെ വയദ്കുറു ഇസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾ ചില മൃഗങ്ങൾ അവിടെ ബലിയെറുക്കണം, എന്നിട്ട് ഫക്കുലു മിൻഹ, നിങ്ങൾക്ക് അതിൽ ഭക്ഷിക്കാം. വഅതിമുൽ ബാഇസൽ ഫഖീർ, പാവപ്പെട്ട ആളുകളും അതുപോലെ തന്നെ ആവശ്യക്കാര ആളുകൾക്കും അത് കൊടുക്കണം. എന്നിട്ട് എന്നിട്ട് ആ പുരാതനമായ ഭവനത്തെ നിങ്ങൾ തവാഫ് ചെയ്തണം. അങ്ങനെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ കുലത്തോട് മുഴുവനായിക്കൊണ്ട് പറയുന്ന അവസ്ഥ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആ ചരിത്രത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ അതേ വാചകം പ്രവാചകന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മക്ക പിന്നെ ഹജ്ജത്തുൽ വദാഇൽ വെച്ചുകൊണ്ട് പ്രവാചകൻ അയ്യുഹന്നാസ് ഖദ് ഫുരിദ അലൈക്കുമുൽ ഹജ്ജു, ജനങ്ങളെ ഇതാ അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു, അങ്ങനെ ഹജ്ജു, നിങ്ങൾ എല്ലാവരും ഹജ്ജിന് വേണ്ടി വരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തു. ആ രണ്ട് പ്രവാചകന്മാരുടെ വിളി കേട്ടുകൊണ്ടും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ടുമാണ് ഹാജിമാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ അതിനുശേഷം ജുർഹും ഗോത്രം അവിടെ ഉണ്ടായി. ആ ജുർഹും ഗോത്രത്തിൽ നിന്ന് പിന്നീട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ സാബിത്താണ് അതിനുശേഷം അവിടെ ഭരണാധികാരി വന്നത്. പിന്നെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഈ ജുർഹും ഗോത്രത്തിൽ നിന്ന് പിന്നീട് അവിടെ വിഗ്രഹാരാധന മെല്ലെ മെല്ലെ കടന്നു വരികയാണ്. നമുക്കറിയാം ഇബ്രാഹിം നബി തൗഹീദിന്റെ സ്ഥാപനം അവിടെ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് തന്റെ മക്കളിലൂടെ തൗഹീദിന്റെ സ്ഥാപനം കടന്നു വന്നു. പിന്നീട് ആദ്യമായിക്കൊണ്ട് അവിടേക്ക് മക്ക രാജ്യം എന്ന് പറയുന്ന തൗഹീദിന്റെ വീട്ടിലേക്ക്, തൗഹീദിന്റെ തറവാട്ടിലേക്ക് ശിർക്കിന്റെ കണങ്ങൾ കൊണ്ടുവരുന്നത് അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ എന്ന് പറയുന്ന മനുഷ്യനാണ്. ഇദ്ദേഹം വലിയ ധനാഢ്യനായിരുന്നു, വലിയ സമ്പന്നനായിരുന്നു. ഹാജിമാർക്ക് ഹജ്ജിന് വരുന്ന ആളുകൾക്കൊക്കെ ധാരാളം സമ്പത്തുകൾ, വലിയ മൃഗങ്ങളെ ബലിയെറുത്തുകൊണ്ട് നൽകുകയും അതുപോലെ സദഖകൾ കൊടുക്കുകയും ധാരാളം ആളുകൾക്ക് വെള്ളം അതുപോലെ തന്നെ മറ്റ് ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ കൊടുക്കുന്ന വലിയ ധർമ്മിഷ്ഠനായ ഒരു വലിയ ധനാഢ്യനായ മനുഷ്യരായിരുന്നു അംർ ഇബ്നു ലുഹൈ അൽ ഖുസാഇ എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷെ ഇയാള് യാത്ര പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകാറുണ്ട്. അങ്ങനെ ഒരു ഷാമിലേക്ക് യാത്ര പോയപ്പോ ഷാമിൽ അമാലിക്ക ഗോത്രക്കാരാണെന്നുണ്ടായിരുന്നു. അവർ സാധാരണയായിക്കൊണ്ട് ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹത്തെ ആരാധിച്ചിരുന്ന ആളുകളാണ്. അപ്പൊ അവിടെ ഹുബലിന്റെ വിഗ്രഹം വെച്ചുകൊണ്ട് ആ ആളുകൾ ഹുബലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഈ അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന മനുഷ്യൻ കാണുകയാണ്. അങ്ങനെ അദ്ദേഹത്തിനും തോന്നി ഇത് കുഴപ്പമില്ലല്ലോ എന്ന് തോന്നുകയും അങ്ങനെ ഷാമിൽ നിന്ന് അദ്ദേഹം തിരിച്ചു വന്ന സന്ദർഭത്തിൽ ആ ഹുബലിന്റെ ഒരു വിഗ്രഹവുമായി കൊണ്ടാണ് പിന്നീട് അദ്ദേഹം മക്കയിലേക്ക് വന്നത്. അങ്ങനെ മക്കയിലേക്ക് വന്നു. കാബയുടെ പരിസരത്ത് ആദ്യമായി കൊണ്ട് ഷിർക്കിന്റെ ഒരു കൊടിനാട്ടി, ഷിർക്കിന്റെ വിഗ്രഹത്തെ പിന്നെ ഈ അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന ഖുസാഇ എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ അവിടെ കൊണ്ടുവന്നു വെച്ചു. അങ്ങനെ കൊണ്ടുവന്നു വെച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത, കാരണം അന്നൊക്കെ ഹജ്ജിന്റെ തൽബിയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിച്ച തൽബിയത്ത് ഉണ്ടായിരുന്നു. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക ലബ്ബൈക് എന്ന് പറഞ്ഞ ആ തൽബിയത്ത്. പക്ഷെ ഈ വിഗ്രഹത്തെ അവിടെ വെച്ചതിന് ശേഷം അംർ ഇബ്നു ലുഹൈ എന്ന് പറയുന്ന മനുഷ്യൻ തൽബിയത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. ആ തൽബിയത്താണ് പിന്നീട് മക്കയിലെ മുശ്രിക്കുകൾ ചൊല്ലിവരുന്നത്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക് ലാ ശരീക ലക്,
ഇല്ലാ ശരീക്കൻ ഹുവ ലക തംലികുഹു വമാ മലക്. അല്ലാഹു നിനക്ക് യാതൊരു പങ്കാളികളുമില്ല എന്ന് പറയുന്ന ആ തൽബിയത്തിൽ ഒരു പങ്കാളിയുണ്ട്, ഇല്ലാ ശരീക്കൻ. അതേതാണ്? ഇവിടെ ഹുബലുണ്ട്. ആ ഹുബലിന് വെച്ചുകൊണ്ടാണ് അവിടെ തൽബിയത്തിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞു. ഇല്ലാ ശരീക്കൻ ഹുവ ലക. ആ ശരീക്ക് ഹുബലിന് പ്രത്യേകമായി കഴിവുണ്ട്. ഹുബല് പടച്ചോനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹമാണ്, ലോകം പഠിച്ച ഒന്നും നിങ്ങൾ വിശ്വസിക്കില്ല. അതിന് സമതിയത്തുണ്ടെന്നോ അത് ഇലാഹാണെന്ന് നിങ്ങൾ വിശ്വസിക്കും. തംലികുഹു വമാ മലക. ഈ ഹുബൽ എന്തൊക്കെ കഴിവുണ്ടോ അതൊക്കെ നിന്റെ കഴിവ് തന്നെയാണ്, നീ കൊടുത്ത കഴിവാണ്. കൊടുത്ത കഴിവ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ടല്ലോ, ഞങ്ങൾ മഹാന്മാർക്ക് കൊടുത്ത കഴിവെന്നാ ചോദിക്കുക. അത് അംർ ഇബ്നു ലുഹൈ നിന്ന് കിട്ടിയ തരീഖത്താണ്. അംർ ഇബ്നു ലുഹൈ അങ്ങനത്തെ ആ തൽബിയത്തിൽ മാറ്റം വരുത്തി. അങ്ങനെയാണ് പിന്നീട് മക്കയിലേക്ക് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്ന കാലഘട്ടം അങ്ങനെ വരേക്കും പിന്നീട് ശിർക്കിന്റെ കാലഘട്ടം വന്നു. എന്നാലും അവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മില്ലത്തിന് പിൻപറ്റി വിഗ്രഹാരാധന നടത്താത്ത ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ വിഗ്രഹാരാധന നടത്തി. എത്രത്തോളം ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗഹീദിന്റെ കേന്ദ്രമായി തൗഹീദിന്റെ തറവാടാക്കി ഉണ്ടാക്കിയ മക്കയുടെ അഥവാ കാബയുടെ ഉള്ളിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 8-ാമത്തെ വർഷം മക്കം ഫത്ത് ഉണ്ടായ സന്ദർഭത്തിൽ കാബന്റെ ഉള്ളിലേക്ക് പ്രവാചകൻ കയറി നോക്കിയപ്പോ 360-ലധികം വിഗ്രഹങ്ങൾ കാബന്റെ ഉള്ളിലുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു മനുഷ്യന്മാർ ഒരു തിന്മയിലേക്ക് പോയി കഴിഞ്ഞാൽ ആ തിന്മയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് എവിടെയാണ് എത്തുക എന്ന് അറിയുകയില്ല എന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ്. കാരണം അംർ ഇബ്നു ലുഹൈ ഒരൊറ്റ വിഗ്രഹം അവിടെ വെച്ചിട്ടുള്ളൂ. ആ അംർ ഇബ്നു ലുഹൈ വെച്ച ഒരൊറ്റ വിഗ്രഹത്തിൽ നിന്ന് തലമുറ കഴിഞ്ഞ് 2-3 തലമുറ കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു വിഗ്രഹം കാബയുടെ പരിസരത്ത് നിന്ന് കാബന്റെ ഉള്ളിലേക്ക് എത്തി എന്ന് മാത്രമല്ല, ആ കാബന്റെ ഉള്ളിൽ തന്നെ 300 ചില്ലാനം വിഗ്രഹങ്ങൾ കയറി നിൽക്കുന്ന അവസ്ഥയുണ്ടായി. അത് ഏറ്റവും കൗതുകരമായ വസ്തു എന്ന് വെച്ചാൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി നോക്കിയപ്പോൾ അതിൽ ഏറ്റവും വലിയ വിഗ്രഹം കാബന്റെ ഉള്ളിലുള്ളത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിഗ്രഹമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. വിഗ്രഹത്തെ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രമാണ് ഇബ്രാഹിം നബിന്റെ ചരിത്രം. പക്ഷെ ആ വിഗ്രഹം തകർത്ത് ഇബ്രാഹിം നബിന്റെ വിഗ്രഹം തന്നെയാണ് പ്രവാചകൻ മക്കം ഫത്തിന് കാബയിലേക്ക് കയറി നോക്കിയപ്പോ അവിടെ ഒന്നാമതായി കണ്ടത്. ഇത് നമ്മൾ പഠിക്കേണ്ട പാടെന്ന് വെച്ചാൽ, ഒരു മനുഷ്യന് തിന്മ തുടങ്ങി വെക്കുന്നുണ്ടെങ്കിൽ പിന്നീട് വരുന്ന ആളുകൾ ആ തിന്മ എവിടേക്ക് എത്തിക്കുമെന്നുള്ളത് യാതൊരു വസ്തു നമുക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തന്റെ മിഅ്റാജിന്റെ രാവിൽ പ്രവാചകൻ മിഅ്റാജിന് പോയപ്പോ അംർ ഇബ്നു ലുഹൈ അൽ ഖുസായിയെ പ്രവാചകൻ കണ്ടു നരകത്തിൽ. അള്ളാഹ് കാണിച്ചു കൊടുത്തു, അള്ളാഹ് പ്രവാചകൻ കാണിച്ചു കൊടുത്തു. അതിന്റെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയായിരുന്നു. അദ്ദേഹത്തിന്റെ കുടമാലുകൾ പുറത്തേക്ക് വന്ന് ഒരു ആട്ടുകല്ലിൽ ചക്കിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പോലെ നരകത്തിൽ അംർ ഇബ്നു ലുഹൈ തന്റെ കുടൽമാലകൾ വലിച്ചയച്ച് ഒരു ആട്ടുകല്ലിൽ ഒരു കഴുത അല്ലെങ്കിൽ ഒരു കുതിര ഇങ്ങനെ കറന്നതുപോലെ നരകത്തിൽ അംർ ഇബ്നു ലുഹൈ കറങ്ങിക്കൊണ്ടിരിക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജിന്റെ ഹദീസ് വിശദീകരിച്ചിട്ടുണ്ട്. കാരണം ആദ്യമായിക്കൊണ്ട് വിഗ്രഹാരാധന തുടങ്ങി വെക്കുകയും തൗഹീദിന്റെ നാട്ടിലേക്ക് ഒരു ശിർക്ക് കടത്തിക്കൊണ്ടുവരികയും അഥവാ ഇസ്ലാമിക സമൂഹത്തിലേക്ക് വലിയൊരു തിന്മ കടത്തിക്കൊണ്ടുവരികയും ചെയ്തൊരു മനുഷ്യൻ, അയാള് ഒരു വിഗ്രഹത്തെയാണ് ഉണ്ടാക്കിയതെങ്കിൽ പിന്നീട് വരുന്ന മുഴുവൻ കാലഘട്ടത്തിലും വരുന്ന വിഗ്രഹാരാധകരുടെ തിന്മയുടെ ഒരു ഓഹരി അദ്ദേഹത്തിന് ലഭിക്കുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ. പിന്നെ അതിന് ശേഷം ഈ ഖുസാഅ ഗോത്രക്കാരെ അവിടെ ഖുസാഅ ഗോത്രക്കാര് അവിടെ എത്തിയിട്ട് ഈ ജുർഹും ഗോത്രക്കാരെ പരാജയപ്പെടുത്തി. പക്ഷെ ഈ ജുർഹും ഗോത്രക്കാര് അവിടെ മക്ക വിട്ടു പോകുമ്പോ അവർ സംസം കിണർ മൂടിയിട്ടാണ് പോയത് എന്ന് ചരിത്രത്തിൽ കാണാം. അവർ കുറെ സ്വർണം ആഭരണങ്ങളൊക്കെ അവിടെ ഇട്ട് ആ സംസം കിണറിലേക്ക് മൂടി. പിന്നീട് കുറച്ചു കാലം സംസം പുറത്താരും കാണാത്ത അവസ്ഥ ഉണ്ടായും ചരിത്രത്തിൽ കാണാം. പിന്നീട് അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്. കാരണം മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംസം എന്ന് പറയുന്നാൽ ചരിത്രകാലം മുതൽക്ക് തന്നെ, അതിന് തുടക്കകാലം മുതൽക്ക് തന്നെ വലിയ അഭിമാന പ്രശ്നമാണ്. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ കാലഘട്ടത്തിലാണ് പിന്നീട് സംസം കിണർ കണ്ടെത്തുകയും പിന്നെ അത് രണ്ടാമതും കുഴിച്ചെടുത്ത് അതിന് വൃത്തിയായിക്കൊണ്ട് ഖുറൈശികളായ ആളുകൾ പോറ്റുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിത്തീർന്നു എന്നൊക്കെ മക്കയുടെ ചരിത്രത്തിൽ കാണുകയും പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം വന്നു. പിന്നെ മക്കം ഫത്തിന് ശേഷം പിന്നീട് അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഈ നിലക്ക് തന്നെ അള്ളാഹുവിന്റെ സംരക്ഷണം ആ രാജ്യത്തിന് ഉണ്ടാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. മക്കയുമായി ബന്ധുകൊണ്ട് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ടത്, തൗഹീദിന്റെ നാട്ടിലേക്ക് ശിർക്ക് കടത്തിക്കൊണ്ടുവന്ന മനുഷ്യന്മാർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ്. അതോടൊപ്പം തന്നെ അവിടെയുള്ള സംസം, കഅബാലയം, ഹജറുൽ അസ്വദ്, മഖാം ഇബ്രാഹിം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ ചിഹ്നങ്ങളായ സഫാ മർവ അടക്കമുള്ള കാര്യങ്ങളൊക്കെ
അള്ളാഹു ദീന്റെ ചിഹ്നങ്ങളായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച ഖിയാമത്ത് നാൾ വരെ നിശ്ചയിച്ച കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. സംസമാണെങ്കിലും ഹജറുൽ അസ്വദ് ആണെങ്കിലും അതിന്റെ പരിശുദ്ധിയും ബറക്കത്തും നമ്മൾ അംഗീകരിക്കണം. പക്ഷെ അതൊക്കെ നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സംസം വെള്ളം എന്ന് പറഞ്ഞാൽ മഴവെള്ളം പോലെയാണെന്ന് പറയുന്ന പ്രസംഗിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഗംഗാനദി എപ്രകാരം ഹിന്ദുക്കൾക്ക് പരിശുദ്ധമാണോ അതുപോലെയാണ് മക്കയിലുള്ള സംസം വെള്ളം എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് എന്നൊക്കെ പറയുന്ന ചില വിവരദോഷികളായ ആളുകളെ നമ്മുടെ ഇടയിലൊക്കെ മനുഷ്യന്മാർക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും വിശ്വാസികൾക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം അതിന്റെ മഹത്വം അള്ളാഹുവിന്റെ ദീൻ സ്ഥിരപ്പെട്ടതാണ്. അത് നമ്മൾ അംഗീകരിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരന്മാരെ, നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളുടെ വെക്കേഷൻ കാലമാണിപ്പോൾ. പ്രത്യേകിച്ച് സ്കൂളുകളോ മദ്രസകളോ ഒന്നുമില്ല. വിദ്യാർത്ഥികൾക്ക് മൊത്തത്തിൽ ഒഴിവാണ്. അതുപോലെ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിദ്യാർത്ഥികളെ അവരുടെ ജീവിതത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ വളരെ നമ്മയെല്ലാം ഭീതിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ വ്യസനിപ്പിക്കുന്നതുമായ വാർത്തകളാണ് വിദ്യാർത്ഥി ലോകത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും സ്കൂളുകളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നൊക്കെ ലഹരിയാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഇസ്ലാമിന്റെ എതിരായിക്കുള്ള ലിബറൽ ചിന്തകളാണെങ്കിലൊക്കെ മതത്തോടും മതത്തിന്റെ ചിഹ്നങ്ങളോടും അതുപോലെ തന്നെ മതത്തിന്റെ ആദർശങ്ങളോടുമൊക്കെ ഒരു വിമുഖത കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കിടയിൽ, പ്രത്യേകിച്ചും വിദ്യാർത്ഥി സമൂഹത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിക്കൊണ്ടും ഇതിനൊരു പരിഹാരം അല്ലെങ്കിൽ ഇത്തരം വിദ്യാർത്ഥികൾക്കൊരു ഗൈഡൻസ് കൊടുക്കണം. അവരെ നന്മയുടെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത് നമ്മളെല്ലാവരും ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച പെരിന്തൽമണ്ണ വെച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ ഒരു വിദ്യാർത്ഥി സമ്മേളനം നടക്കുകയാണ്. ഈ വിഷയങ്ങളൊക്കെ അവിടെ ആത്മീയമായിട്ടുള്ള അതുപോലെ തന്നെ ഭൗതികമായ വിഷയങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹൈസ്കൂൾ തലം മുതൽക്കുള്ള ഡിഗ്രി അതുപോലെ തന്നെ അപ്പുറത്തേക്കുള്ള ഏത് വിദ്യാർത്ഥികളാണെങ്കിലും നമ്മളെയും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളെയും അവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 6-ാം തീയതി മുതൽ അവിടെ സൊല്യൂഷൻ എന്ന പേരിൽ ഒരു എക്സിബിഷൻ നടക്കും. നമ്മളെല്ലാവരും കുടുംബസമേതം പോയി കാണേണ്ട എക്സിബിഷനാണ്. അതും നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ആളുകളും അവിടുന്ന് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നമ്മുടെ മഹലിൽ നിന്ന് വണ്ടി ഉണ്ടാവും. ഏകദേശം 12 മണിക്ക് ഇവിടുന്ന് ബസ് പുറപ്പെടും. അതുകൊണ്ട് ആൺകുട്ടികൾക്കും അതുപോലെ പെൺകുട്ടികൾക്കും വേറെ സൗകര്യങ്ങളുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ തർത്തീബാക്കി എല്ലാ ആളുകളും അവിടെ വിദ്യാർത്ഥികളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബപ്പെട്ട ആളുകളെ അതിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഒരു സമ്മേളനം നടക്കുമ്പോൾ അതിന്റെ സാമ്പത്തികമായി നല്ല ചെലവുണ്ടാകും. പ്രത്യേകിച്ചും നമ്മൾ സമ്മേളനം നടത്താൻ വേണ്ടി സമ്മേളനം നടത്തല്ല, ശരിക്കും ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് വിദ്യാർത്ഥി സമൂഹത്തിന് അതിന് കൃത്യമായ മാർഗനിർദ്ദേശം കൊടുക്കാൻ വേണ്ടി നമ്മൾ സമ്മേളനം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ ചില ബാധ്യതകൾ നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ജുമാ കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി സമ്മേളനത്തിലേക്ക് ആവശ്യമായ ഒരു ഫണ്ട് ശേഖരം നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ആളുകളും കഴിവിന്റെ പരമാവധി അതിലേക്ക് സഹകരിക്കണം. കാരണം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വരുമ്പോൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അൽഹംദുലില്ലാഹ് ഒരു തൗഹീദിന് വെളിച്ചം കിട്ടി, അതിൽ ആത്മീയതയിലേക്ക് ഒരു വെളിച്ചം കിട്ടിയാൽ നമ്മളും അതിലൊരു ഭാരവാഹിയാകൽ, നമ്മളും ഒരു ഭാഗവാക്കാകുന്നുണ്ടെങ്കിൽ അത് വലിയ പ്രതിഫലമായിരിക്കും നമുക്ക് ലഭിക്കുമെന്ന് നമ്മൾ ഓർക്കണം. എല്ലാ ആളുകളും ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സ്ത്രീകളും ആ കാര്യം ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു നമുക്ക് എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടുപോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അല്ലാഹു അവർക്കെല്ലാം സ്വർഗം നൽകിയാതിരിക്കുമാറാവട്ടെ. അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. وصلى الله على خير.